ഹലോ. അപ്പം ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് എനിക്ക് ഓഫായിരുന്നു. രാവിലെ തൊട്ട് വീട്ടിലിരുന്ന് ബോറടിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇപ്പം എനിക്കൊരു ഐസ്ക്രീം കഴിക്കാനായിട്ട് ഒരു കൊതി വന്നു. അപ്പം ഞാൻ ഐസ്ക്രീം കഴിക്കാനായിട്ട് ഇറങ്ങണം നേരത്തെ അമ്മ പറഞ്ഞു അമ്മയുണ്ട്, അമ്മയ്ക്ക് ഒരു കോഫി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ അമ്മേനെയും തെച്ചിനും കൊണ്ട് ഞാൻ പോയിട്ടുള്ളത് നമ്മുടെ ഗുരുവായൂർ മേൽപ്പാലം കയറുന്നതിന് മുന്നേ ആയിട്ടുള്ള ഈ ചേട്ടൻ്റെ ബജ്ജി കടയിലേക്കാണ് കേട്ടോ. ഈ ചേട്ടനും ഭാര്യയും കൂടിയിട്ടാണ് കേട്ടോ ഈ കട നടത്തുന്നത്. നല്ല അടിപൊളി ബജ്ജി സാട്ടോടെ കിട്ടുക. നമ്മൾ ഗുരുവായൂർക്കാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. നല്ല ചൂടുള്ള ബജ്ജി കിട്ടി ചേട്ടൻ്റെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ. ബജ്ജി മാത്രമല്ല, വട, പരിപ്പ് വട, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വൈകിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് ആ ചൂടോടക്കണം നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി, അതേ അച്ഛന് കുറച്ച് കോളിഫ്ലവറൊക്കെ വാങ്ങി, അമ്മ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പോകുന്നത് എവിടേക്കാണ്? എൻ്റെ ലക്ഷ്യത്തിലേക്ക്. എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഐസ്ക്രീം. അങ്ങനെ ഞാൻ പോയി നമ്മുടെ തിരുവിലുള്ള കടയിലേക്കാണ് കേട്ടോ ഞാൻ പോയിട്ടുള്ളത്. ഞാൻ ഈ ചേട്ടൻ്റെ ബേക്കറിയിലേക്കാണ് ഒരുവിധം പോകാറുള്ളത്. അപ്പോൾ അതേ ചെന്നു, എനിക്ക് വേണ്ട അതേ വെച്ചു ആദ്യം തന്നെ അവന് വേണ്ട ഐസ്ക്രീം സെലക്ട് ചെയ്ത് മാറിപ്പോയി. ഞാൻ പിന്നെ എനിക്ക് വേണ്ട ഐസ്ക്രീമൊക്കെ നോക്കി, അമ്മയ്ക്ക് അച്ഛനൊക്കെ വാങ്ങി. എനിക്ക് യോഗട്ടും വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ദേച്ചുവിൻ്റെ സ്ഥിരം പല്ലവിയാണ്, നമ്മൾ ഒരു കടയിലേക്ക് പോയി കഴിഞ്ഞാൽ അവനെല്ലാം വേണം. അതിനെല്ലാം ഒന്നും ഞാൻ വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരാതിയും പരിഭവങ്ങളായിട്ടുള്ള നിൽക്കണതാണ് കേട്ടോ മൂപ്പരാളിത്.